വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തങ്ങളെ കാണാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. കണ്ണന്താളി കുടുംബത്തിലെ 5ാമത്തെ തലമുറയിലെ പാദുഷത്വങ്ങൾ. അതെ, ഞങ്ങൾ കോഴിക്കോട് നിന്ന് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് എടുത്തിട്ട് വന്നത്. ഓക്കെ, താങ്ക് യു. അവസാനം കണ്ട് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് തങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ടെന്ന് വെച്ചാൽ, തങ്ങൾ BJPൻ്റെ ഒരു സജീവമായിട്ടുള്ള ഒരാളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ. എന്താ തങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ. സജീവൻ തന്നെയാണ്. ഞാൻ സംസ്ഥാന സമിതിയാണ്. കുമ്മനം രാജേട്ടനാണ് എന്നെ പാർട്ടിയിലെ സംസ്ഥാന സമിതിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഏറെക്കാലം ഞാൻ എൻ്റെ ഫാദർ മുസ്ലിം ലീഗിൻ്റെ ഉയർന്ന പ്രവർത്തകനായിരുന്നു. സംസ്ഥാന അതെ, എന്തായാലും ഉയർന്ന പ്രവർത്തകനും സീതിയാജിക്കൊപ്പം താനൂരിൻ്റെയും മലപ്പുറം ജില്ലയുടെയും കേരളത്തിൻ്റെയും മിഗത ഭാഗങ്ങളിൽ പാടുപെട്ട് പണിയെടുത്തിരുന്ന ആളാണ്, പാർട്ടിക്ക് വേണ്ടി, വേറൊന്നും മോഹിക്കാതെ. പക്ഷേ അദ്ദേഹം മരണപ്പെടുമ്പോൾ 1987 ഫെബ്രുവരി 13 അദ്ദേഹം മരണപ്പെടുന്നത്. പ്രത്യേകിച്ച് രോഗത്തിലായി കിടപ്പിലല്ലായിരുന്നു മരണപ്പെടുന്നത്. അന്ന് എനിക്ക് വളരെ കുറഞ്ഞ പ്രായം. തങ്ങൾക്ക് ആ സമയത്ത് എത്ര പ്രായം ഉണ്ടാവും? ഏകദേശം ഒരു 9 വയസ്സ്. അത്രയേ ഉള്ളൂ. എത്തിമാണ്, ഒക്കെയാണ്. അതിനൊന്നും കുഴപ്പമില്ല. മരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 10-40 ദിവസം മുമ്പ് ഞങ്ങൾ ഏകദേശം അപ്പോൾ ഇതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ കൂടും അന്ന് ഫാദറുള്ളതുകൊണ്ട്. അപ്പോൾ സ്വകാര്യമായിട്ട് പറയാൻ ആശയരൂപത്തിൽ ഏത് പാർട്ടിയിൽ പോയാലും വേണ്ടില്ല, മുസ്ലിം ലീഗിൽ പോകരുത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് പിന്തുണ നൽകുന്ന, അല്ലെ മുസ്ലിങ്ങളുടെ സംരക്ഷണ സത്യത്തിൽ ഞാൻ ഒന്നും കൂടെ പറയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നോർത്തിലാണിത് പൊട്ടി മുളക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്തോ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഈ നല്ല ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ കേരളത്തിലേക്ക് ആ വിത്ത് വന്നതോടുകൂടി സമുദായം, അതായത് ഇസ്ലാമിയത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് 2 രൂപമാക്കി, പിളർത്തി, മുജാഹിദുണ്ടാക്കി. ഇനി എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും ഭേദങ്ങളായി ഇവിടുത്തെ മുസ്ലിങ്ങൾ 2 തട്ടിൽ നിൽക്കുകയാണ്. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നൊക്കെ ഇവർ പേരിട്ട് ഓമനിച്ച് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ പ്രവാചക പരമ്പരയിൽപ്പെട്ട തങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ചോദ്യം. മൻ അഹബ്ബ സുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി അജ്റ ഷഹീദ്. കാലം ഫസാദാവുമ്പോൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന അവനാണ് ഷഹീദ് സംരക്ഷിക്കുന്നവനെന്ന് പറയണത്. അഹ്ലുസുന്നത്തിനെ സംരക്ഷിക്കുന്നവന് അവസാന കാലത്ത് എൻ്റെ സുന്നത്ത് ഏതെങ്കിലും ഒന്ന് മുറുകെ പിടിച്ചാൽ